ഹായ് ഫ്രണ്ട്സ്, അക്കൗണ്ടിങ് ഫോർ അണ്ടർറൈറ്റേഴ്സ് എന്നുള്ള യൂണിറ്റിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ് ഇത്. അക്കൗണ്ട്സ് ഓഫ് അണ്ടർറൈറ്റേഴ്സ് അല്ലെങ്കിൽ അണ്ടർറൈറ്റേഴ്സിൻ്റെ അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള തിയറി പാർട്ടും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇല്ലുസ്ട്രേഷനുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ടോപ്പിക്കിലേക്ക് കടക്കാം. അക്കൗണ്ട്സ് ഓഫ് അണ്ടർറൈറ്റേഴ്സ്. അക്കൗണ്ട്സ് ഓഫ് അണ്ടർറൈറ്റേഴ്സ് എന്നുള്ളത് ഓൾറെഡി നമ്മൾ അണ്ടർറൈറ്റിംഗ് എന്താണെന്നും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്താണ്, ഒരു അണ്ടർറൈറ്റർ എങ്ങനെയാണ് ഒരു സബ് അണ്ടർറൈറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അണ്ടർറൈറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ അണ്ടർറൈറ്റിംഗ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു തിയറി പാർട്ടാണ് അക്കൗണ്ട്സ് ഓഫ് അണ്ടർറൈറ്റേഴ്സ് എന്നുള്ള ഹെഡിൽ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് തിയറി നോക്കാം. It has already been stated that underwriters ensure the company that in case the shares and debentures offered to the public are not subscribed by the public to that extent, the balance of shares and debentures will be taken up on the same time as the public by the underwriters. For this responsibility, they are paid a commission on all shares and debentures underwritten. ഇതൊക്കെ ഓൾറെഡി നമ്മൾ മീനിങ്ങിൽ അണ്ടർറൈറ്റേഴ്സിൻ്റെ അല്ലെ അണ്ടർറൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറയുന്നത് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നതും അല്ലേ. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? അണ്ടർറൈറ്റേഴ്സ് ഒരു കമ്പനിക്ക് വേണ്ട ഒരു ഗ്യാരണ്ടിയാണ്, ഒരു എൻഷുറാണ്, ഒരു ഷുവർട്ടിയാണ് കൊടുക്കുന്നത്. എന്ത് ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്? ഇൻ കേസ് ഈ പബ്ലിക്കിന് കമ്പനി ഓഫർ ചെയ്യുന്ന ഷെയർസോ ഡിബഞ്ചേഴ്സോ പബ്ലിക്ക് കമ്പനി വിചാരിക്കുന്ന ഒരു ലെവലിൽ പർച്ചേസ് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ബാലൻസ് നമ്പർ ഓഫ് ഷെയർസോ ഡിബഞ്ചേഴ്സ് പബ്ലിക് ഏറ്റെടുക്കുന്ന അതേ ടേംസ് ആൻഡ് കണ്ടീഷനിൽ തന്നെ ആരേറ്റെടുത്തോളും? ഈ അണ്ടർറൈറ്റേഴ്സ് ഏറ്റെടുത്തോളാം എന്നുള്ള ഒരു ഗ്യാരണ്ടിയാണ് അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റെസ്പോൺസിബിലിറ്റി, ഈ ഒരു ഉത്തരവാദിത്തം, ഈ ഒരു റിസ്ക് കമ്പനിക്ക് വേണ്ടി അണ്ടർറൈറ്റർ ഏറ്റെടുക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് പേ ചെയ്യേണ്ട ആവശ്യമുണ്ട്? കമ്പനി അണ്ടർറൈറ്ററിന് ഒരു കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. ആ കമ്മീഷൻ ഏതിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അവർ ഏറ്റെടുക്കുന്ന നമ്പർ ഓഫ് ഷെയർസിനെ ബേസ് ചെയ്തല്ല, പകരം ഓൺ ഓൾ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് അണ്ടർറിട്ടൺ, എത്ര നമ്പർ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചർ ആണോ അണ്ടർറൈറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു പെർസെൻറ്റേജിനെ ബേസ് ചെയ്ത് തന്നെ, ആ ഒരു റേറ്റിനെ, ഇഷ്യൂ പ്രൈസിനെയൊക്കെ ബേസ് ചെയ്ത് തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് അണ്ടർറൈറ്റ് ചെയ്തതിനെ ബേസ് ചെയ്ത് ഒരു കമ്മീഷൻ എന്ത് ചെയ്യേണ്ടതാണ്? അണ്ടർറൈറ്ററിന് കമ്പനി കൊടുക്കേണ്ടതുമാണ്. ഇത്രയുമാണ് ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. അണ്ടർറൈറ്റിങ്ങിൻ്റെ തന്നെ മീനിങ് ആണ്, അല്ലെ അണ്ടർറൈറ്റർ ചെയ്യുന്ന ഡ്യൂട്ടി എന്താണ് എന്നുള്ള കാര്യം തന്നെയാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. An underwriter may reduce his liability by entering into a contract with the sub-underwriter who will assume a part of the responsibility for a commission. ഒരു അണ്ടർറൈറ്റർ വേണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് മറ്റൊരു അണ്ടർറൈറ്ററിനെയോ അപ്പോയിൻറ്റ് ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. അതിനെയാണ് സബ് അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്നത്. എന്താ സബ് അണ്ടർറൈറ്റിംഗ് എന്ന് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ആൻ അണ്ടർറൈറ്റർ മേ റെഡ്യൂസ് ഹിസ് ലയബിലിറ്റി. ഒരു മെയിൻ അണ്ടർറൈറ്റർ അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി, അദ്ദേഹത്തിന് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു റിസ്ക്കും ബാധ്യതയും ഒക്കെ അദ്ദേഹത്തിനൊന്ന് റെഡ്യൂസ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ഈ മെയിൻ അണ്ടർറൈറ്ററിന് മറ്റൊരു അണ്ടർറൈറ്ററുമായിട്ട് കോൺട്രാക്റ്റിലെ എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യാം. ആ ഒരു അനദർ അണ്ടർറൈറ്ററിനെ മെയിൻ അണ്ടർറൈറ്റർ ആരുമായിട്ടാണോ ഒരു സബ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് ആ ഒരു വ്യക്തിയെ ആ ഒരു അണ്ടർറൈറ്ററിനെ എന്തെന്ന് പറയണം? സബ് അണ്ടർറൈറ്റർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കാം. എ ലിമിറ്റഡ് എന്ന് പറയുന്നത് കമ്പനിയാണ്, പബ്ലിക്കേഷൻ നടത്തുന്ന ഒരു കമ്പനി. ഈ കമ്പനി ഒരു മെയിൻ അണ്ടർറൈറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. മെയിൻ അണ്ടർറൈറ്ററിൻ്റെ പേര് ബി എന്നാണ് മെയിൻ അണ്ടർറൈറ്ററിൻ്റെ പേരെങ്കിൽ ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹം മെയിൻ അണ്ടർറൈറ്ററാണ്. ഈ മെയിൻ അണ്ടർറൈറ്റർ വിചാരിക്കുകയാണ് ഈ എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ മുഴുവൻ റിസ്ക്കും, ഈ കംപ്ലീറ്റ് അണ്ടർറൈറ്റിങ്ങോ വല്ല നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് റിസ്ക്കും ഫുൾ റിസ്ക്കും കൂടെ ഞാൻ തനിയെ ഏറ്റെടുത്താൽ അത് അത്ര ശരിയാവില്ല, അല്ലെങ്കിൽ ആ ഒരു ബാധ്യത റിസ്ക് കൂടുതലായിരിക്കും എന്ന് വിചാരിക്കുന്ന ഒരു അണ്ടർറൈറ്റർ ആണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ബിക്ക് ഒരു അനദർ അണ്ടർറൈറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാം. ആരുടെ അണ്ടറിൽ? ബിയുടെ അണ്ടറിൽ അദ്ദേഹത്തെയാണ്. അപ്പോൾ ബി ഒരു അണ്ടർറൈറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ്? ബിയുടെ ലൈബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി, ബിയുടെ ബാധ്യത ഇൻ കേസ് എ ലിമിറ്റഡിൻ്റെ ഷെയർസ് ഏറ്റെടുക്കേണ്ടി വരുന്നതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു ലൈബിലിറ്റി ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സി എന്ന് പറയുന്ന മറ്റൊരു അണ്ടർറൈറ്ററിനെ ബി അപ്പോയിൻറ്റ് ചെയ്യുന്നെങ്കിൽ ആ സിയെ പറയുന്ന പേരാണ്, സി ഈസ് ദ സബ് അണ്ടർറൈറ്റർ ഓഫ് ബി. സി ആരാണ്? സബ് അണ്ടർറൈറ്ററാണ്. ആരുടെ സബ് അണ്ടർറൈറ്ററാണ്? ബിയുടെ. ഇനി ഒരു കാര്യം കൂടെ നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്,
സിക്ക് വേണ്ട കമ്മീഷൻ അല്ലേ, സബ് അണ്ടർ ആണ്. അപ്പോൾ സി അദ്ദേഹത്തിനും കമ്മീഷൻ വേണം അല്ലേ ഈ ഒരു റിസ്ക് ഏറ്റെടുക്കുന്നതിന്. അത് ആരാണ് കൊടുക്കേണ്ടത്? അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്ത ബി തന്നെയാണ് ആ ഒരു കമ്മീഷനും കാര്യങ്ങളും ഒക്കെ സെറ്റിൽ ചെയ്യേണ്ടത്. അപ്പോൾ ബിക്കും സിക്കും തമ്മിലാണ് റിലേഷൻ. ഒരു കാരണവശാലും ഈ സബ് അണ്ടർ റൈറ്ററിന് ആരുമായിട്ട് കണക്ഷൻ ഇല്ല, ഈ മെയിൻ കമ്പനിയുമായിട്ട്, എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഈ സബ് അണ്ടർ റൈറ്റർ ആകെ കൂടെ റിലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് ആരുമായിട്ടായിരിക്കും? മെയിൻ അണ്ടർ റൈറ്ററുമായിട്ട് മാത്രമായിരിക്കും. ഇതൊക്കെ നമ്മൾ ഈ സബ് അണ്ടർ റൈറ്ററിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് പോയിൻ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അതുതന്നെയാണ് ഇവിടെ തിയറിയിലും പറയുന്നത്. നമുക്ക് ഒന്നും കൂടെ സബ് അണ്ടർ റൈറ്റിംഗ് എന്താണെന്ന് ഫസ്റ്റ് മുതൽ നോക്കാം. എന്താ സബ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് അണ്ടർ റൈറ്റർ. ആരാ ഈ അണ്ടർ റൈറ്റർ? മെയിൻ അണ്ടർ റൈറ്റർ അല്ലേ. ഒരു മെയിൻ അണ്ടർ റൈറ്ററിന് അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഹി മേ റെഡ്യൂസ് ഹിസ് ലയബിലിറ്റി. അതിന് വേണ്ടി എന്ത് ചെയ്യാം? ഹി മേ എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് വിത്ത് സബ് അണ്ടർ റൈറ്റർ. ഒരു സബ് അണ്ടർ റൈറ്ററുമായിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തെന്നിരിക്കാം. ഹൂ വിൽ അസ്യൂം എ പാർട്ട് ഓഫ് ദ റെസ്പോൺസിബിലിറ്റി. അദ്ദേഹം പിന്നെ എന്ത് ചെയ്തോളും? ആ ഒരു എഗ്രിമെൻ്റ് അനുസരിച്ച് എത്രയാണോ ഏറ്റെടുക്കേണ്ടത്, ഒരു 50% ആണെങ്കിൽ അങ്ങനെ സബ് അണ്ടർ റൈറ്റ് ചെയ്താൽ അത്രയും പെർസെൻറ്റേജ് ഓഫ് റെസ്പോൺസിബിലിറ്റി റിസ്ക് ആർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം? സബ് അണ്ടർ റൈറ്ററിന് ഷെയർ ചെയ്യാം. അപ്പോൾ അദ്ദേഹം അതിന് പകരം എന്ത് ചാർജ് ചെയ്യും? സബ് അണ്ടർ റൈറ്ററും ഒരു കമ്മീഷൻ ചാർജ് ചെയ്യും ഫോർ എ കമ്മീഷൻ. ദ സബ് അണ്ടർ റൈറ്റർ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ കമ്പനി. അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ്. ഈ സബ് അണ്ടർ റൈറ്ററിന് ആരുമായിട്ട് ഒരു റിലേഷനും ഇല്ല, കമ്പനിയുമായിട്ട് യാതൊരു കണക്ഷനും ഉള്ള വ്യക്തിയല്ല. സബ് അണ്ടർ റൈറ്റർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കമ്പനിയെ ബാധിക്കുന്ന കാര്യമേ അല്ല. സബ് അണ്ടർ റൈറ്ററിന് ഒരു കോണ്ടാക്റ്റും കമ്പനിയുമായിട്ട് വരേണ്ട ആവശ്യമില്ല. കമ്പനിക്ക് ഒരു റെസ്പോൺസിബിലിറ്റിയും കമ്മീഷൻ കൊടുക്കുന്ന കാര്യത്തിലോ ഒന്നും സബ് അണ്ടർ റൈറ്ററുമായിട്ട് ഉണ്ടാവുന്നില്ല. അദ്ദേഹം ഈ സബ് അണ്ടർ റൈറ്റർ അദ്ദേഹത്തിന് വേണ്ട കമ്മീഷൻ എല്ലാം ചാർജ് ചെയ്യേണ്ടത് ആരിൽ നിന്ന് മാത്രമാണ്? മെയിൻ അണ്ടർ റൈറ്ററിൻ്റെ കയ്യിൽ നിന്നാണ്. ഹി വിൽ ചാർജ് ഹിസ് കമ്മീഷൻ ഫ്രം ദ മെയിൻ അണ്ടർ റൈറ്റർ. അപ്പോൾ ഈ മെയിൻ അണ്ടർ റൈറ്ററിൻ്റെ കയ്യിൽ നിന്ന് മാത്രമാണ് സബ് അണ്ടർ റൈറ്റർ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കമ്മീഷനും കാര്യങ്ങളും എല്ലാം ചാർജ് ചെയ്യേണ്ടത്. ഇതേപോലെ ഈ കമ്മീഷൻ മാത്രം വാങ്ങിച്ചാൽ മതിയോ? പോരാ. ആ ഒരു റിസ്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന കേസിൽ ആ ഒരു പ്രൊപ്പോർഷൻ അനുസരിച്ച് എത്രയാണോ ഓൾറെഡി എഗ്രി ചെയ്യുന്നത് ആ അത്രയും നമ്പർ ഓഫ് ഷെയർസ് മെയിൻ അണ്ടർ റൈറ്ററിൻ്റെ കയ്യിൽ നിന്ന് ആരും ഏറ്റെടുക്കേണ്ടി വരും? സബ് അണ്ടർ റൈറ്റർ ഏറ്റെടുക്കേണ്ടി വരും. സോ ഹി വിൽ ഹാവ് ടു ടേക്ക് ദ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ആസ് മേ ഫോൾ ടു ഹിസ് ഷെയർ ഫ്രം ഹിം. അതായത് മെയിൻ അണ്ടർ റൈറ്ററിൻ്റെ കയ്യിൽ നിന്ന് ആ എഗ്രിമെൻ്റ് അനുസരിച്ച് എത്രയാണോ ഷെയർ ചെയ്യേണ്ട പ്രൊപ്പോർഷൻ അതിനനുസരിച്ച് ആ റേറ്റ് അനുസരിച്ച് അദ്ദേഹവും ഈ സബ് അണ്ടർ റൈറ്ററും ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ടേക്ക് ഓവർ ചെയ്യേണ്ടതായിട്ട് ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു കേസാണ് സബ് അണ്ടർ റൈറ്റിംഗ് അല്ലെ സബ് അണ്ടർ റൈറ്റർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സബ് അണ്ടർ റൈറ്റിംഗ് നടത്തുന്ന ആ ഒരു പേഴ്സണെ പറയുന്ന പേരാണ് ഫേമിനെ അല്ലെ ഇൻസ്റ്റിറ്റ്യൂഷനെ അല്ലെ അണ്ടർ റൈറ്ററിനെ പറയുന്ന പേരാണ് സബ് അണ്ടർ റൈറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ്റെ കൂടെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ് എന്താണ് സബ് അണ്ടർ റൈറ്റർ എന്നുള്ളൊരു ടോപ്പിക്ക്. അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എന്താണ് അണ്ടർ റൈറ്റിംഗ്, സെക്കൻഡ് പറഞ്ഞത് ഒരു സബ് അണ്ടർ റൈറ്റിംഗ് വന്നാൽ എന്താണ് ഇവിടുത്തെ ഒരു റിലേഷൻ, കമ്പനിയുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പം പറഞ്ഞത്. ഹി ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ കമ്പനി എന്നുള്ള പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് പറയാനുള്ളത് അക്കൗണ്ട്സ് ഓഫ് അണ്ടർ റൈറ്റേഴ്സ് എന്നുള്ള ഹെഡിലെ ഒരു മെയിൻ ആയിട്ടുള്ള തിയറിയിലോട്ട് നമ്മൾ കടക്കുവാണ്. എന്താണ് അണ്ടർ റൈറ്റിംഗ് അക്കൗണ്ട് അല്ലേ? നമ്മുടെ ടോപ്പിക്ക് തന്നെ അതായിരുന്നു അക്കൗണ്ട്സ് ഓഫ് അണ്ടർ റൈറ്റേഴ്സ്. അണ്ടർ റൈറ്റേഴ്സിൻ്റെ അക്കൗണ്ട്സിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അണ്ടർ റൈറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അക്കൗണ്ടിനെ പറ്റിയാണ് ഇനി പറയുന്നത്. ദ അണ്ടർ റൈറ്റർ വിൽ മെയിൻറ്റെയിൻ ആൻ അക്കൗണ്ട് നോൺ ആസ് അണ്ടർ റൈറ്റിംഗ് അക്കൗണ്ട്. അണ്ടർ റൈറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടിന് പറയുന്ന പേരെന്താണ്? അണ്ടർ റൈറ്റിംഗ് അക്കൗണ്ട്. ഇനി അണ്ടർ റൈറ്റിംഗ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള ഒരു തിയറിയാണ് ലാസ്റ്റ് പാരഗ്രാഫായിട്ട് തന്നിരിക്കുന്നത്. അതായത് നോർമലി നമ്മളൊരു അക്കൗണ്ട് വരയ്ക്കുന്നത് പോലെ തന്നെ ഒരു ടി ഫോമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അക്കൗണ്ട് വരയ്ക്കണം. ഹെഡായിട്ട് അണ്ടർ റൈറ്റിംഗ് അക്കൗണ്ട് എന്ന് പേരും കൊടുക്കണം. എന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ ഡെബിറ്റ് സൈഡിൽ എൻറ്റർ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എൻറ്റർ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് അല്ലേ? അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അണ്ടർ റൈറ്റിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ടായിട്ട് കരുതുക. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ ഒരു പിയാനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന റൂൾ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. ഇത് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? ഒരു അണ്ടർ റൈറ്ററാണ്. അതുകൊണ്ട് തന്നെ ആ അണ്ടർ റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്യുക, എല്ലാ ഇൻകവും ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കുക. ഇനി ഓരോ ഐറ്റമായിട്ട് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ അണ്ടർ റൈറ്റർ വിൽ മെയിൻറ്റെയിൻ ആൻ അക്കൗണ്ട് നോൺ ആസ് അണ്ടർ റൈറ്റിംഗ് അക്കൗണ്ട്. അതിനോടൊപ്പം നമുക്ക് ഈ നോമിനൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു റൂളൂടെ മനസ്സിലിരുന്ന് ഈ പറയുന്ന ഓരോ പോയിന്റും ഇനി പറയുന്ന ഓരോ പോയിന്റും മനസ്സിലാക്കാൻ ഈസി ആയിരിക്കും. ദ എമൗണ്ട് പെയ്ഡ് ഫോർ ടേക്കിംഗ് അപ്പ് ദ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് വിൽ ബി ഡെബിറ്റഡ് ടു ദിസ് അക്കൗണ്ട്.
ഒരു അണ്ടർ റൈറ്ററിനെ സംബന്ധിച്ച് മെയിൻ അണ്ടർ റൈറ്ററിൻ്റെ കാര്യം തന്നെയാണ് നമ്മളിനി പറയുന്നത്. ആ മെയിൻ അണ്ടർ റൈറ്റർ അല്ലെങ്കിൽ ആ ഒരു അണ്ടർ റൈറ്ററിനെ സംബന്ധിച്ച് അദ്ദേഹം ഏറ്റെടുക്കുന്ന ഷെയർസോ ഡിബഞ്ചേഴ്സിന് വേണ്ടി അല്ലേ ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് പബ്ലിക് ഇഷ്യൂ നടത്തുന്നു. പബ്ലിക് ഏറ്റെടുക്കാത്ത ബാക്കി ഷെയർസോ ഡിബഞ്ചർ പബ്ലിക് എങ്ങനെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അതേ ടേംസ് ആൻഡ് കണ്ടീഷനിൽ തന്നെ ആര് ടേക്ക് ഓവർ ചെയ്യേണ്ട വരും? ഈ ഒരു അണ്ടർ റൈറ്റർ ബാലൻസ് നമ്പർ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ടേക്ക് ഓവർ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ അദ്ദേഹം എന്ത് കൊടുക്കണം? കമ്പനിക്ക് എമൗണ്ട് കൊടുക്കണം അല്ലേ? ആ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു അണ്ടർ റൈറ്ററിനെ സംബന്ധിച്ച് എന്താണ്? എക്സ്പെൻസ് ആണ് അല്ലേ? ദ എമൗണ്ട് പെയ്ഡ് ഫോർ ടേക്കിംഗ് അപ്പ് ദ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് വിൽ ബി ഡെബിറ്റഡ് ടു ദിസ് അക്കൗണ്ട്. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ അറിയാമല്ലോ. ലെഫ്റ്റ് സൈഡിൽ ഡെബിറ്റ്, റൈറ്റ് സൈഡിൽ ക്രെഡിറ്റ്. അണ്ടർ റൈറ്റിംഗ് അക്കൗണ്ട് ആണ് ഈ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ അണ്ടർ റൈറ്റിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? എമൗണ്ട് എൻ്റർ ചെയ്യും. എന്തിനുള്ള എമൗണ്ട്? ദ എമൗണ്ട് പെയ്ഡ് വിൽ ബി ഡെബിറ്റഡ്. ദ എമൗണ്ട് പെയ്ഡ് ഫോർ ടേക്കിംഗ് അപ്പ് ദ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. ഷെയറും ഡിബഞ്ചറും ഒക്കെ ടേക്ക് ഓവർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എത്ര എമൗണ്ട് കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? ടു ബാങ്ക്. അത് നമുക്ക് പിന്നെ പറയാം. എൻട്രി ഒക്കെ നമുക്ക് പിന്നീട് അടുത്തൊരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഇപ്പം മനസ്സിലാക്കേണ്ടത് എമൗണ്ട് പെയ്ഡ്, എത്ര എമൗണ്ട് കൊടുത്തോ അത് നമ്മൾ ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യും? ഡെബിറ്റ് സൈഡിൽ എൻട്രി ചെയ്യുമെന്ന് മാത്രം ഓർത്തിരിക്കുക അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു ടു ബാങ്ക് ദ എമൗണ്ട് പെയ്ഡ് എന്നുള്ളത് ഡെബിറ്റ് സൈഡിൽ എൻട്രി ചെയ്തു. അടുത്ത സെൻറ്റൻസ് എന്താ പറയുന്നത്? ദ കമ്മീഷൻ റിസീവ്ഡ് ഫ്രം ദ കമ്പനി വിൽ ബി ക്രെഡിറ്റഡ് ടു ദിസ് അക്കൗണ്ട്. അപ്പോൾ അടുത്തൊരു ഐറ്റം പറയുവാണ് ദ കമ്മീഷൻ റിസീവ്ഡ്. അപ്പോൾ കമ്പനിയുടെ കയ്യിൽ നിന്ന് അണ്ടർ റൈറ്ററിന് കമ്മീഷൻ കിട്ടി അല്ലേ? കമ്മീഷൻ എന്തായാലും കിട്ടും. ഓൾറെഡി അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കമ്പനിയുടെ കയ്യിൽ നിന്ന് ഷെയർ വാങ്ങിച്ചാലും ഇല്ലെങ്കിലും ആ ഒരു ഓൾറെഡി എഗ്രി ചെയ്തിരിക്കുന്ന അനുസരിച്ചുള്ള കമ്മീഷൻ അണ്ടർ റൈറ്റ് ചെയ്തിരിക്കുന്ന എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണോ മൊത്തം നമ്പർ ഓഫ് ഷെയർസോ ഡിബഞ്ചേഴ്സിന് ആ ഒരു കമ്മീഷൻ ആർക്ക് കിട്ടും? അണ്ടർ റൈറ്ററിന് കിട്ടും. അദ്ദേഹത്തിൻ്റെ മെയിൻ ഇൻകമാണ്. അതുകൊണ്ട് തന്നെ അതെവിടെയാണ് എൻ്റർ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യേണ്ടത്. സോ ദ കമ്മീഷൻ റിസീവ്ഡ് ഫ്രം ദ കമ്പനി വിൽ ബി ക്രെഡിറ്റഡ് ടു ദിസ് അക്കൗണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ അണ്ടർ റൈറ്റിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കമ്പനിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അത് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടുമല്ലേ? അപ്പോൾ എമൗണ്ട് കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെ എൻ്റർ ചെയ്യുന്നത്? ബൈ ബാങ്ക്. എമൗണ്ട് കിട്ടി ബൈ ബാങ്കിലോട്ട് അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് എമൗണ്ട് കിട്ടി എന്നുള്ള ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് സൈഡിൽ എൻറ്റർ ചെയ്യണം. ബ്രാക്കറ്റിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നിടത്തോളം കൊടുക്കാം. കമ്മീഷൻ റിസീവ്ഡെന്നോ അതിൻ്റെ റേറ്റോ കാര്യങ്ങളോ ഒക്കെ അവിടെ കാൽക്കുലേഷനൊക്കെ ക്രെഡിറ്റ് സൈഡിൽ എൻറ്റർ ചെയ്യുന്ന കൂട്ടത്തിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മളൊരു ഡെബിറ്റ് ചെയ്യുന്ന ഒരു ഐറ്റം പറഞ്ഞു. എമൗണ്ട് പെയ്ഡ്, നമ്മുടെ എമൗണ്ട് പോയി, നമ്മുടെ അണ്ടർ റൈറ്ററിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. അപ്പോൾ എന്ത് ചെയ്തു? ടു ക്യാഷ് ടു ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ എൻറ്റർ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ എന്ത് കിട്ടി? കമ്മീഷൻ കിട്ടി. അപ്പോൾ നമ്മൾ ബൈ ബാങ്ക് എന്നും പറഞ്ഞ് എൻട്രി എഴുതി അല്ലേ? എൻട്രി എഴുതി പോസ്റ്റ് ചെയ്തു. ഇനി അടുത്ത ഐറ്റം പറയുന്നത് ഇൻ കേസ് ദ അണ്ടർ റൈറ്റർ ഹാസ് എ സബ് അണ്ടർ റൈറ്റർ. ഇപ്പോൾ എല്ലാ കേസിലും അണ്ടർ റൈറ്ററിന് സബ് അണ്ടർ റൈറ്റർ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അണ്ടർ റൈറ്ററിന് സബ് അണ്ടർ റൈറ്റർ ഉണ്ടെങ്കിൽ ആ ഒരു കേസ് ഇവിടെ പറയുവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ മെയിൻ അണ്ടർ റൈറ്റർ ആയിരിക്കും എന്ത് ചെയ്യേണ്ടി വരുന്നത്? ഈ സബ് അണ്ടർ റൈറ്ററിനും കൂടെ ആ ഒരു കമ്മീഷനും കാര്യങ്ങളും കൊടുക്കേണ്ടി വരുന്നത് അല്ലേ? സബ് അണ്ടർ റൈറ്ററിന് കമ്മീഷൻ കൊടുക്കേണ്ട വന്നാലോ? സബ് അണ്ടർ റൈറ്ററിന് കമ്മീഷൻ കൊടുക്കേണ്ടി വന്നാൽ തീർച്ചയായിട്ടും അത് ഈ ഒരു മെയിൻ അണ്ടർ റൈറ്ററിൻ്റെ എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ എന്തായിട്ട് എഴുതണം? ടു ബാങ്ക്. നമ്മുടെ കയ്യിൽ നിന്ന് അല്ലേ മെയിൻ അണ്ടർ റൈറ്ററിൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും പൈസ പോവാണ്. എന്തുകൊണ്ട്? ആ സബ് അണ്ടർ റൈറ്ററിന് കമ്മീഷൻ കൊടുക്കേണ്ട വന്നു. കമ്മീഷൻ പേ ടു സബ് അണ്ടർ റൈറ്റർ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. പിന്നീട് എന്താണ്? ആ സബ് അണ്ടർ റൈറ്ററിൻ്റെ കയ്യിലേക്ക് നമുക്ക് വല്ല ഷെയർസോ ഡിബഞ്ചേഴ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയാലോ? അത് ഈ മെയിൻ അണ്ടർ റൈറ്ററിനെ സംബന്ധിച്ച് ബെനിഫിറ്റ് അല്ലേ? അദ്ദേഹത്തിന് ഒരു ഇൻകം പോലെ കരുതാവുന്നതല്ലേ? അതുകൊണ്ട് ആ ഒരു എമൗണ്ട് ദ അണ്ടർ റൈറ്റർ എന്ത് ചെയ്യുക? ഇൻ കേസ് ദ അണ്ടർ റൈറ്റർ ഹാസ് എ സബ് അണ്ടർ റൈറ്റർ ദ കമ്മീഷൻ ഡ്യൂ ടു ഹിം വിൽ ബി ഡെബിറ്റഡ് ആൻഡ് ദ എമൗണ്ട് ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ട്രാൻസ്ഫേർഡ് ടു ഹിം വിൽ ബി ക്രെഡിറ്റഡ്. ആ സബ് അണ്ടർ റൈറ്ററിലേക്ക് ഏതെങ്കിലും എത്ര നമ്പർ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആണോ നമുക്ക് എത്ര എമൗണ്ടിനെയാണോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇൻകമായിട്ട് കരുതാം. മെയിൻ അണ്ടർ റൈറ്ററിനെ സംബന്ധിച്ച് സബ് അണ്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് എന്താണ്? അദ്ദേഹത്തിന് ഒരു ഇൻകമായിട്ട് കരുതി ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് എൻട്രി ചെയ്യാം. അപ്പോൾ എന്താണ് ഇവിടെ എഴുതേണ്ടതെന്നുള്ള കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ അണ്ടർ റൈറ്റിംഗ് അക്കൗണ്ടിൽ ഒരു ഡൗട്ടും വരണ്ട. ടു ബാങ്ക് ബൈ ബാങ്ക് എന്ന് മാത്രമേ മിക്കവാറും ഐറ്റംസ് വരത്തുള്ളൂ. വിത്തിൻ ബ്രാക്കറ്റ്സ് ഇല്ല. അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എന്താണെന്നൊന്ന് മെൻഷൻ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ജസ്റ്റ് ടു ബാങ്ക് ബൈ ബാങ്ക് എന്ന് മാത്രം എപ്പോഴും എല്ലാ ഐറ്റം കിടക്കും. ഏത് ഐറ്റമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഒരു ഡൗട്ട് വരും. അതുകൊണ്ട് വിത്തിൻ ബ്രാക്കറ്റിൽ അത് കൊടുക്കുക. എമൗണ്ട് അല്ല നമ്പർ ഓഫ് ഷെയർസ് ട്രാൻസ്ഫർ ഓഫ് സച്ച് നമ്പർ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ടു സബ് അണ്ടർ റൈറ്ററിന് ഇത്ര നമ്പർ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചർ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് അത് നമ്മൾ എന്ത് ചെയ്തത്? ക്രെഡിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു.
സബ് അണ്ടർറൈറ്റർ ഉള്ള കേസിൽ ഡെബിറ്റും ക്രെഡിറ്റും എന്ത് വരാം, കമ്മീഷൻ കൊടുക്കുക എന്നുള്ളത് മെയിൻ അണ്ടർറൈറ്ററിന് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യുന്നു. സബ് അണ്ടർറൈറ്ററിലേക്ക് ഷെയർസോ ഡിബഞ്ചറോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയാൽ അത് എന്താണ് മെയിൻ അണ്ടർറൈറ്ററിനൊരു ക്രെഡിറ്റ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് അക്കൗണ്ടിൽ. മെയിൻ അണ്ടർറൈറ്ററിന് അത് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് ഒരു ഇൻകം പോലെ ഒരു ക്രെഡിറ്റ് ചെയ്യാനായിട്ട് ഗെയിനായിട്ട് കരുതാവുന്നതാണ്. അടുത്തതോ, ദ സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് സോൾഡ് വിൽ ബി ക്രെഡിറ്റഡ് ടു ദിസ് അക്കൗണ്ട്. അതിന് മുന്നോട്ട് ഒരു സെൻറ്റൻസ് കൂടെ ഉണ്ട്. ദ അണ്ടർറൈറ്റർ വിൽ ട്രൈ ടു സെൽ ദ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഗോട്ട് ആസ് കമ്മീഷൻ ഓർ പർച്ചേസ്. ഈ മെയിൻ അണ്ടർറൈറ്ററിന് എത്ര നമ്പർ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ആണോ ഓൾറെഡി കിട്ടിയത് കമ്മീഷനായിട്ടും അല്ലെങ്കിൽ പബ്ലിക് വാങ്ങാത്തത് ബാക്കി അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യേണ്ടി വന്നതാകാം. അപ്പോൾ കമ്മീഷനായിട്ട് കിട്ടിയതാകാം അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ട വന്നതാകാം. അങ്ങനെ കിട്ടിയ ഈ നമ്പർ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചർ എന്ന് പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹം കയ്യിൽ വെച്ച് അതിൻ്റെ ഓണറായിട്ട് ഇരിക്കാനോ വേണ്ടിയോ അതോ അത് വീണ്ടും പബ്ലിക്കിന് വിൽക്കാൻ നോക്കണോ എന്നുള്ളത് അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അപ്പോൾ അണ്ടർറൈറ്ററിന് വേണമെങ്കിൽ ഈ നമ്പർ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്യാം, പബ്ലിക്കിന് വീണ്ടും സെല്ല് ചെയ്യാനായിട്ട് നോക്കാം, മറ്റാർക്കെങ്കിലും സെല്ല് ചെയ്യാനായിട്ട് നോക്കാം. അങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ഇൻകം കിട്ടും, അദ്ദേഹത്തിൻ്റെ കയ്യിലോട്ട് ക്യാഷ് വരും, അല്ലെ എമൗണ്ട് വരും. അതുകൊണ്ട് തന്നെ അണ്ടർറൈറ്റർ വിൽ ട്രൈ ടു സെൽ ദ ഷെയർസ് ഓർ ഡിബഞ്ചർ ഗോട്ട് ആസ് കമ്മീഷൻ ഓർ പർച്ചേസ് ആൻഡ് ദ സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് സോൾഡ് വിൽ ബി ക്രെഡിറ്റഡ് ടു ദിസ് അക്കൗണ്ട്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൽ ഈ ഒരു സെയിൽ നടന്ന് എമൗണ്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ബൈ ബാങ്ക് സെയിൽ ഓഫ് ഇത്ര നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യാം. കാരണം അത് അണ്ടർറൈറ്ററിൻ്റെ ഇൻകമാണ്. അതായത് നമ്മൾ ആദ്യത്തെ ഐറ്റമായിട്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം പറഞ്ഞ ഐറ്റം എന്തായിരുന്നു, ഇത്ര നമ്പർ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചർ വാങ്ങുന്നതിന് വേണ്ടി എമൗണ്ട് കൊടുത്തു എന്ന് പറഞ്ഞ എമൗണ്ടാണ് അല്ലേ. അപ്പോൾ എമൗണ്ട് കൊടുത്ത് വാങ്ങിച്ച ഷെയർ വീണ്ടും എന്ത് ചെയ്തു, പുറത്ത് വിൽക്കാനായിട്ട് ട്രൈ ചെയ്തു. അങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റിയെങ്കിൽ സെയിൽ പ്രൊസീഡ്സ് നടന്നാൽ എത്ര എമൗണ്ട് കിട്ടുമെന്നുള്ളതിൻ്റെ എൻട്രിയാണ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ എൻ്റർ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പറയാനായിട്ടുള്ളത് ദ ബാലൻസ് ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ലെഫ്റ്റ് അൺസോൾഡ് will be valued at cost or market price whichever is lower and carried forward to the next period. അതേപോലെ നമ്മൾ ഈ ബാക്കി ഈ പറഞ്ഞ എല്ലാ ഐറ്റംസ് എൻ്റർ ചെയ്തതിന് ശേഷം ഈ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് വിൽക്കാതെ ബാക്കി വല്ലതും ഇരിപ്പുണ്ട്, ആ ലെഫ്റ്റ് അൺസോൾഡ് ആയിട്ട് നമ്പർ ഓഫ് ഷെയർസിൻ്റെ കോളത്തിൽ ബാലൻസ് വരുവാണെങ്കിൽ ആ ബാക്കി വരുന്ന നമ്പർ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചറിനെ കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ചെവർ ഈസ് ലെസ്, ഏതാണോ ലെസ് എമൗണ്ട്, കോസ്റ്റ് പ്രൈസ് ആണോ മാർക്കറ്റ് പ്രൈസ് ആണോ ലോവർ എമൗണ്ട്, ആ ലെസ് പ്രൈസിന് വാല്യൂ ചെയ്ത് എമൗണ്ട് കോളത്തിൽ എൻ്റർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഏതിനെ, ബാലൻസ് ഓഫ് ഷെയർസ് ഓഫ് ഡിബഞ്ചേഴ്സ് ലെഫ്റ്റ് അൺസോൾഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി എമൗണ്ട് കൊടുത്ത് അണ്ടർറൈറ്റർ നമ്പർ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചർ വാങ്ങിച്ചു, അത് സെയിൽ ചെയ്യാനായിട്ട് നോക്കി, കുറച്ച് നമ്പർ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചർ സെയിൽ ചെയ്തിട്ടും ബാക്കി നമ്പർ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചർ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്, ആ ബാക്കിയുള്ള ബാലൻസ് നമ്പർ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സിനെ കോസ്റ്റ് പ്രൈസിനോ മാർക്കറ്റ് പ്രൈസിനോ വാല്യൂ ചെയ്തിട്ട് അത് എന്ത് ചെയ്യുക, ആ ലെസ് എമൗണ്ടിനായിരിക്കണം അടുത്ത പീരീഡിലേക്ക് നെക്സ്റ്റ് പീരീഡിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത്. ഇനി ലാസ്റ്റ് എന്ത് ചെയ്യുക, അത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മുടെ അണ്ടർറൈറ്റിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. ദ ബാലൻസിങ് ഫിഗർ വിൽ ബി പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു P&L അക്കൗണ്ട്. അപ്പോൾ അണ്ടർറൈറ്റിംഗ് അക്കൗണ്ടിൻ്റെ ഏറ്റവും ബാലൻസ് ഫിഗറായിട്ട് എയ്തർ പ്രോഫിറ്റോ ലോസോ കിട്ടും. പ്രോഫിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ടു P&L അക്കൗണ്ട് എന്നും പറഞ്ഞ് എൻ്റർ ചെയ്യുക, ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു P&L അക്കൗണ്ടിൽ. ഇവിടെ ആണെങ്കിൽ എന്താ ഐറ്റം, പ്രോഫിറ്റ്. ഇനി ലോസ് ആണെങ്കിലോ ബൈ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യേണ്ടി വരും, ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബൈ P&L അക്കൗണ്ട് എന്ന് എഴുതുക. ഈ ഐറ്റം എന്താണ്, ലോസ് ആണ്. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു അണ്ടർറൈറ്റിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ തിയറി പോർഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ലാസ്റ്റ് ആ തേർഡ് പാരഗ്രാഫിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ദ അണ്ടർറൈറ്റർ വിൽ മെയിൻറ്റെയിൻ ആൻ അക്കൗണ്ട് ഓൺ ആസ് അണ്ടർറൈറ്റിംഗ് അക്കൗണ്ട്. അണ്ടർറൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് അണ്ടർറൈറ്റിംഗ് അക്കൗണ്ടുമായി റിലേറ്റഡ് ആയിട്ട് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആണ് പറഞ്ഞത്. ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ്, ഒരു പോർഷനാണ് അണ്ടർറൈറ്റിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇല്ലുസ്ട്രേഷനും കൂടെ നമുക്ക് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇല്ലുസ്ട്രേഷൻ 8 ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇല്ലുസ്ട്രേഷൻ 8ൻ്റെ ക്വസ്റ്റ്യൻ നോക്കുക. A enters into a contract with B Limited to underwrite its 5,000 shares of ₹10 each in consideration of 2.5% commission. എ എന്ന് പറയുന്നത് ഒരു അണ്ടർറൈറ്ററാണ്, ഒരു മെയിൻ അണ്ടർറൈറ്ററാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ബി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻറ്റിൽ എൻട്രി ചെയ്യുന്നു. ബി എന്ന് പറയുന്നത് കമ്പനിയാണ്, അപ്പോൾ എ അണ്ടർറൈറ്ററാണ്, ബി എന്ന് പറയുന്ന ഒരു
കമ്പനിയുമുണ്ട്. ബി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. കമ്പനിയുടെ എത്ര നമ്പർ ഓഫ് ഷെയർസാണ് അണ്ടർറൈറ്റ് ചെയ്യാനായിട്ട് എഗ്രി ചെയ്തിരിക്കുന്നത്? 5000 ഷെയർസാണ് അറ്റ് ₹10 ഈച്ച് ഇൻ കൺസിഡറേഷൻ ഓഫ് 2.5% കമ്മീഷൻ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? എ എന്ന് പറയുന്ന അണ്ടർറൈറ്റർ ബി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ കയ്യിൽ നിന്ന് ടോട്ടൽ അണ്ടർറൈറ്റ് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് ഷെയർസ് 5000 ആണ്. ഒരു ഷെയറിൻ്റെ വാല്യൂ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. അവർ എഗ്രി ചെയ്തിരിക്കുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് 2.5% ആണ് റേറ്റ്. അപ്പോൾ ഈ 2.5% എന്ന് പറയുന്നത് ഏതിനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അണ്ടർറൈറ്റ് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് ഷെയർസിൻ്റെ ഇഷ്യൂ പ്രൈസിനാണ്. അപ്പോൾ 5000 ഷെയർസിന് ഇഷ്യൂ ചെയ്യുന്നത് 10 രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ 50,000 രൂപയുടെ അല്ലെങ്കിൽ 50,000ൻ്റെ 2.5% ആണ് നമുക്കിവിടെ കിട്ടുന്ന കമ്മീഷൻ എന്ന് ഓർത്തിരിക്കുക. ഇനി എന്താ അടുത്ത പറഞ്ഞിരിക്കുന്നത്? ഹി ഓൾസോ എൻറ്റേഴ്സ് ഇൻ ടു ആൻ എഗ്രിമെൻറ്റ് വിത്ത് സി ടു സബ് അണ്ടർറൈറ്റ് 1000 ഷെയർസ് ഓഫ് ബി ലിമിറ്റഡ് അറ്റ് എ കമ്മീഷൻ ഓഫ് 2%. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് കൂടെ പറയുന്നത് എന്താണ്? ഈ പറയുന്ന എ എന്ന് പറയുന്ന മെയിൻ അണ്ടർറൈറ്റർ ഒരു സി എന്ന് പറയുന്ന സബ് അണ്ടർറൈറ്ററുമായിട്ട് 1000 ഷെയർസ് കമ്പനിയുടെ ബി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ 1000 ഷെയർസ് 2% കമ്മീഷന് സബ് അണ്ടർറൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ മെയിൻ അണ്ടർറൈറ്ററും സി എന്ന് പറയുന്ന സബ് അണ്ടർറൈറ്ററും തമ്മിലുള്ള റിലേഷൻ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കമ്പനിക്ക് പ്രത്യേകിച്ച് ഒരു റോളും ഈ ഒരു കാര്യത്തിലില്ല, അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അപ്പോൾ സബ് അണ്ടർറൈറ്ററുമായിട്ട് കമ്പനിക്കൊന്നും പ്രത്യേകിച്ചൊരു റെലവൻസും ഇല്ല, അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റോ കാര്യങ്ങളോ ഡീലിങ്സും വരുന്നില്ല. ഹി ഓൾസോ എൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ അണ്ടർറൈറ്റർ എ എന്ന് പറയുന്ന അണ്ടർറൈറ്റർ സി എന്ന് പറയുന്ന സബ് അണ്ടർറൈറ്ററുമായിട്ട് കമ്പനിയുടെ എത്ര ഷെയർസ് അണ്ടർറൈറ്റ് ചെയ്തത്? 1000 ഷെയർസ്. അവർക്ക് കൊടുക്കുന്ന കമ്മീഷൻ എത്രയാണ്? 2% ആണ് കമ്മീഷൻ. അപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ ഇവിടെ കമ്മീഷൻ എത്ര വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം? 1000 ഇൻറ്റു 1000 ഷെയർസ് ആണ്, എണ്ണമാണ് 1000. ഇഷ്യൂ പ്രൈസ് 10 രൂപയാണ്. അതിന് കമ്മീഷൻ ഇവിടെ കൊടുക്കേണ്ടത് സബ് അണ്ടർറൈറ്ററിന് കൊടുക്കേണ്ട കമ്മീഷൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. 1000 ഇൻറ്റു 10 ഇൻറ്റു 2% എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി അടുത്ത എന്താ പറയുന്നത്? ദ പബ്ലിക് സബ്സ്ക്രൈബ്സ് ഫോർ 2000 ഷെയർസ് ഓൺലി ആൻഡ് സബ്സിക്വൻ്റ്ലി ദ ഷെയർസ് വെർ ടേക്കൺ അപ്പ് ബൈ എ ഹു സോൾഡ് ഹിസ് ഷെയർസ് അറ്റ് ₹9 പെർ ഷെയർ. അടുത്ത സെൻറ്റൻസിൽ പറയുന്നുണ്ട് ഈ ടോട്ടൽ 5000 ഷെയർസിൽ അണ്ടർറൈറ്റ് ചെയ്ത ഈ 5000 ഷെയർസിൽ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ നടത്തിയത് എത്രയാണ്? പബ്ലിക്ക് വാങ്ങിയത് എത്രയാണ്? പബ്ലിക്ക് ഒരു 2000 ഷെയർസ് വാങ്ങിച്ചു കഴിഞ്ഞു, അല്ലേ? പബ്ലിക്ക് 2000 ഷെയർസേ വാങ്ങിച്ചുള്ളൂ. ബാക്കി അപ്പോൾ ആരെ ടേക്ക് ഓവർ ചെയ്യേണ്ട വരും? ഈ എ എന്ന് പറയുന്ന മെയിൻ അണ്ടർറൈറ്റർ ബാക്കി 3000 ഷെയർസും ടേക്ക് ഓവർ ചെയ്യേണ്ട വരും. എന്നിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? 1000 ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹത്തിൻ്റെ ഓൾറെഡി ഉള്ള എഗ്രിമെൻറ്റിൽ എത്രയായിരുന്നോ പെർസെൻറ്റേജ് അനുസരിച്ച് ഓൾറെഡി 5000-ലെ 1000 ഷെയർസാണ് ആര് ഏറ്റെടുത്തോളാം എന്ന് പറയുന്നത്? സി, അല്ലേ? ഓൾറെഡി ഉള്ള 5000 ഷെയർസിൽ 1000 ഷെയർസാണ് സി ഏറ്റെടുക്കാമെന്ന് പറഞ്ഞത്. അതേ റേറ്റിൽ ബാക്കിയുള്ള ഈ 3000 ഷെയർസിൻ്റെ ഒരു പ്രൊപ്പോർഷൻ ആരിലോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ എക്ക് പറ്റും? സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ എത്ര നടന്നു എന്നാണ് ഇപ്പം ലാസ്റ്റ് പറഞ്ഞത്? 2000 ഷെയർസ് പബ്ലിക് സബ്സ്ക്രിപ്ഷൻ നടന്നു. ഈ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ നടന്നു കഴിഞ്ഞിട്ട് ബാക്കി ടേക്ക് ഓവർ ചെയ്ത ഷെയർസ്, അല്ലേ? എ ടേക്ക് ഓവർ ചെയ്യുന്നു. എക്ക് പിന്നെ എത്രത്തോളം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ ആ ഒരു പെർസെൻറ്റേജ്, ആ ഒരു റേറ്റ് അനുസരിച്ച് അത് സിക്കും കുറച്ച് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. സബ് അണ്ടർറൈറ്ററിനും ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് വീണ്ടും എയുടെ കയ്യിൽ ബാക്കി എത്ര ഷെയർസ് ഇരിപ്പുണ്ടോ അത് എത്ര രൂപയ്ക്ക് വിൽക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു? ബാക്കി എത്ര ഷെയർസ് ഉണ്ടോ അതെല്ലാം അദ്ദേഹം എന്ത് ചെയ്യണം? ദ ഷെയർസ് വെർ ടേക്കൺ അപ്പ് ബൈ എ ഹു സോൾഡ് ഹിസ് ഷെയർസ് അറ്റ് ₹9 പെർ ഷെയർ. അദ്ദേഹത്തിൻ്റെ ബാക്കി കയ്യിലുള്ള എല്ലാ ഷെയറും എന്ത് ചെയ്യുവാണ്? അദ്ദേഹം എന്ന് പറയുന്ന മെയിൻ അണ്ടർറൈറ്റർ 9 രൂപയ്ക്ക് സെയിൽ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര നമ്പർ ഓഫ് ഷെയർസ് സെയിൽ ചെയ്തോ അത്രയും ആരുടെ ഇൻകമാണ്, അല്ലെങ്കിൽ ആരുടെ അണ്ടർറൈറ്ററിൻ്റെ അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യേണ്ട ഐറ്റമാണ്. 9 രൂപയ്ക്കാണ് അദ്ദേഹം വിറ്റത്. 10 രൂപ ഇഷ്യൂ പ്രൈസ് ഉള്ളതാണ്. അദ്ദേഹം വിൽക്കുമ്പോൾ 9 രൂപ അറ്റ് ഡിസ്കൗണ്ടിനൊക്കെ അദ്ദേഹം സെയിൽ ചെയ്യുന്നു. ഇനി അടുത്ത് എന്താ പറയുന്നത്? ദ ഷെയർസ് ടേക്കൺ അപ്പ് ബൈ സി വേർ സോൾഡ് അറ്റ് ₹10 പെർ ഷെയർ. ആരുടെ കാര്യമാണ് പറയുന്നത്? സിയുടെ കാര്യം. സി ആരാണ്? സബ് അണ്ടർറൈറ്റർ, അല്ലേ? സി ഒരു സബ് അണ്ടർറൈറ്റർ ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ സി ഏറ്റെടുത്ത ഷെയർസ് എല്ലാം അദ്ദേഹം 10 രൂപയ്ക്കാണ്, ഒരു ഷെയറിന് 10 രൂപയ്ക്കാണ് വിറ്റത് എന്ന് പറയുന്നു. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന അക്കൗണ്ട് ഏതാണ്? ഏറ്റവും ലാസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് പറയുന്നുണ്ട് പ്രിപ്പയർ അണ്ടർറൈറ്റിംഗ് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് എ. എയുടെ ബുക്കിലെ അതായത് മെയിൻ അണ്ടർറൈറ്ററിൻ്റെ ബുക്കിലെ അണ്ടർറൈറ്റിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുവാണ്. അപ്പം മെയിൻ അണ്ടർറൈറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ സി എത്ര എമൗണ്ടിന് സെയിൽ നടത്തി എന്നുള്ളത് റെലവൻ്റ് ആണോ? അല്ല. സി എന്ന് പറയുന്നത് സബ് അണ്ടർറൈറ്റർ ആയതുകൊണ്ട് അദ്ദേഹം എത്ര രൂപയ്ക്ക് അദ്ദേഹവുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് വരുന്ന ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ
സിയുടെ ബുക്കിലാണ്, സിയുടെ അണ്ടർറൈറ്റിംഗ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ബുക്കിലാണ് എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഒരു ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന അല്ലേ, ഇപ്പോൾ പറഞ്ഞൊരു സെൻറ്റൻസ് സി എത്ര രൂപയ്ക്ക് 10 രൂപയ്ക്ക് ഒരു ഷെയർ വിറ്റു എന്ന് പറയുന്നത് നമ്മുടെ എ എന്ന് പറയുന്ന അണ്ടർറൈറ്ററിൻ്റെ ബുക്കിലോട്ട് വരുന്നതല്ല, റെലവൻ്റ് അല്ല എന്നതുകൂടെ ഓർത്തിരിക്കുക. ഇനി സെക്കൻഡ് ലാസ്റ്റ് സെൻറ്റൻസ് പിന്നെ പറയുന്ന അടുത്ത സെൻറ്റൻസ് എന്താ, എക്സ്പെൻസസ് ഓഫ് അണ്ടർറൈറ്റിംഗ് അമൗണ്ട്സ് ടു ₹600. ഈ ഒരു അണ്ടർറൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമുണ്ടായ എക്സ്പെൻസ് 600 രൂപയാണെന്ന് പറയുന്നു. അണ്ടർറൈറ്റിംഗ് അക്കൗണ്ടാണ്, അണ്ടർറൈറ്റർ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് ഉണ്ടാകുന്ന എല്ലാ എക്സ്പെൻസും ഒരു നോമിനൽ അക്കൗണ്ട് പോലെ എക്സ്പെൻസിനെ എന്ത് ചെയ്താൽ മതി, ഡെബിറ്റ് ചെയ്താൽ മതി. അടുത്തതോ പ്രിപ്പയർ അണ്ടർറൈറ്റിംഗ് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് എ. എയുടെ ബുക്കിലെ അണ്ടർറൈറ്റിംഗ് അക്കൗണ്ടാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നോക്കുക, ഇൻ ദ ബുക്സ് ഓഫ് അണ്ടർറൈറ്റിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഹെഡ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം നമ്പർ ഓഫ് ഷെയർസ്, എമൗണ്ട് എന്ന് പറയുന്ന 2 കോളം കൊടുത്ത് ചെയ്യുക. കാരണം ഷെയർസിൻ്റെ കോളത്തിലും ബാലൻസ് വല്ലതും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതാണ്. നമ്മൾ ആ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ബാലൻസ് സെയിലൊക്കെ ചെയ്തതിന് ശേഷം ബാക്കി ബാലൻസ് നമ്പർ വല്ലതും ഉണ്ടെങ്കിൽ കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് ഓർ ഈസ് ലെസ്സിനൊക്കെ വാല്യൂ ചെയ്യേണ്ടതാണെന്നുള്ള ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ഓൾറെഡി തന്നതാണ്. അതുകൊണ്ട് തന്നെ 2 എമൗണ്ട് കോളം കൊടുത്ത് തന്നെ അണ്ടർറൈറ്റിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഏതൊക്കെയാണ് കോളത്തിൻ്റെ ഹെഡിങ്, നമ്പറും കൊടുക്കുക, എമൗണ്ട് കോളം കൊടുക്കുക. നമുക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഓരോ ഐറ്റമായിട്ട് എവിടെ എൻ്റർ ചെയ്യണം എന്നുള്ള കാര്യം കൂടെ നോക്കാം. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ നമ്മൾ പറഞ്ഞായിരുന്നു 5000 ഷെയർസാണ് അണ്ടർറൈറ്റ് ചെയ്തത്, 10 രൂപയ്ക്കാണ് അണ്ടർറൈറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പം ഈ 2.5% കമ്മീഷൻ കൊടുക്കേണ്ടത് അപ്പോൾ ഏതിന് തന്നെയാണ്, അണ്ടർറൈറ്റ് ചെയ്ത ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസിന് തന്നെയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഐറ്റമായിട്ട് നമുക്ക് എഴുതാം ബൈ ബാങ്ക്. ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്തിരിക്കുന്ന എന്തായിട്ടും കമ്മീഷൻ. കമ്മീഷൻ എൻ്റർ ചെയ്യുന്നത് ഇവിടെ ഒരു നമ്മുടെ ഒരു നോട്ടിൽ ഈ തന്നിരിക്കുന്ന ഷെയർ ചെയ്തിരിക്കുന്നതിൻ്റെ അകത്ത് എമൗണ്ട് വന്നിട്ടില്ല. അത് ആ എമൗണ്ട് കോളത്തിൽ ഈ പറയുന്ന എമൗണ്ടും കൂടെ ആഡ് ചെയ്ത് വേണം നിങ്ങൾ നോട്ടിൽ എഴുതി പഠിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ബൈ ബാങ്ക് എന്താണ് അതിൻ്റെ ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത്, കമ്മീഷൻ അറ്റ് 5% എന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് ഒരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണ്. ക്വസ്റ്റ്യനിൽ ഓൾറെഡി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2.5% കമ്മീഷനാണ്. അത് തന്നെയാണ് എടുക്കേണ്ടത്. മാക്സിമം ലിമിറ്റൊക്കെ അതിൽ നിൽക്കുമല്ലോ. അപ്പോൾ 5% അല്ല 2.5% എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ ഇവിടെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം എന്താ ചെയ്യേണ്ടത്, എത്ര നമ്പർ ഓഫ് ഷെയർസിനാണ് നമുക്ക് ഈ 2.5% കമ്മീഷൻ കിട്ടുക, അൺറൈറ്റ് ചെയ്തിരിക്കുന്ന മൊത്തം ഷെയർസിനാണ്. അൺറൈറ്റ് ചെയ്തിരിക്കുന്ന മൊത്തം ഷെയർസ് എത്രയാണ്, 5000 ഷെയർസ്, 5000 ഷെയർസ്. അതിൻ്റെ ഇഷ്യൂ പ്രൈസ് എത്രയാണ്, 10 രൂപ. അതിന് ചാർജ് ചെയ്യുന്ന കമ്മീഷൻ എത്രയാണ്, മെയിൻ അൺറൈറ്ററിന് കൊടുക്കുന്ന കമ്മീഷൻ 2.5%. ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. കിട്ടുന്ന എമൗണ്ട് ആണ് എന്ത് ചെയ്യേണ്ടത്, എമൗണ്ട് കോളത്തിൽ മാത്രം എഴുതേണ്ടത്. കാരണം ഇവിടെ കമ്മീഷൻ ക്യാഷായിട്ട് മാത്രമാണ് കൊടുക്കുന്നത്, ഷെയറായിട്ട് കൊടുക്കുന്നതായിട്ടൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ എമൗണ്ട് ഇവിടെ എത്ര വരും, 1250 എന്നുള്ളത് ഏത് കോളത്തിൽ, എമൗണ്ട് കോളത്തിൽ മാത്രമായിട്ട് എൻ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എമൗണ്ട് കോളത്തിൽ ഒരു 1250 ആണ് ഇവിടെ എമൗണ്ട് വരുന്നത്. റേറ്റ് 5 അല്ല 2.5 ആണെന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു, കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്തു, ജസ്റ്റ് എൻ്റർ ചെയ്തു. ഇനി അടുത്ത ഐറ്റമായിട്ട് എന്താ വരേണ്ടത്, ഹി ഓൾസോ എൻ്റർ ഇൻ ടു ആൻ എഗ്രിമെൻറ്റ് വിത്ത് സിയുമായിട്ട് സബ് അൺറൈറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിയുമായി അത് ആ ഒരു പോയിന്റിൽ എഴുതാം. ഇനി നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ മൊത്തത്തിൽ വായിച്ച് നോക്കിയിട്ടൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, ടോട്ടൽ അൺറൈറ്റ് ചെയ്തത് 5000 ഷെയർസ് അല്ലേ, ടോട്ടൽ അൺറൈറ്റ് ചെയ്തത് 5000 ഷെയർസാണ്. ഇതിൽ തന്നെ ഈ 5000 ഷെയർസിൽ ഒരു 1000 ഷെയർസ് എന്ത് ചെയ്തിട്ടുണ്ട്, സബ് അൺറൈറ്റ് ചെയ്തിട്ടുണ്ട്. ഔട്ട് ഓഫ് 5000 1000 ഷെയർസ് സബ് അൺറൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ 5000 ഷെയർസിൽ ഒരു 2000 ഷെയർസ് ആര് വാങ്ങിച്ചു, പബ്ലിക് വാങ്ങിച്ചു. ബാക്കി വന്ന 3000 ഷെയർസാണ് ആര് ഏറ്റെടുക്കേണ്ടി വരുന്നത്, അപ്പോൾ മെയിൻ അൺറൈറ്റർ ടേക്ക് ഓവർ ചെയ്യേണ്ടി വരുന്നത്. അപ്പം മെയിൻ അൺറൈറ്റർ ടേക്ക് ഓവർ ചെയ്യേണ്ടത്, ടേക്കണപ്പ് ചെയ്യേണ്ടത് എന്താണ്, ഈ ബാക്കി വന്ന 3000 ഷെയർസാണ്. അപ്പം ഫസ്റ്റ് ഐറ്റമായിട്ട് നമുക്ക് ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യാവുന്ന ഒരു ഐറ്റം കിട്ടി. ഏതാണ്, ടു ബാങ്ക് ഷെയർസ് ടേക്കണപ്പ്. ടു ബാങ്ക് ഷെയർസ് ടേക്കണപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്ന എമൗണ്ട് എന്താണ്, എത്ര നമ്പർ ഓഫ് ഷെയർസാണ് ഈ ഒരു പബ്ലിക് വാങ്ങിയതിന് ശേഷം ബാലൻസ് നമ്പർ മെയിൻ അൺറൈറ്റർ വാങ്ങേണ്ടി വന്നത്. അപ്പോൾ ഈ ഇൻ ദ ബുക്സ് ഓഫ് എ ആണ്. ഈ മെയിൻ അൺറൈറ്ററിനെ സംബന്ധിച്ച് അതൊരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ടാണ് ടു ബാങ്ക് എമൗണ്ട് പെയ്ഡ് ഫോർ ടേക്കിംഗ് അപ്പ് ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് വിൽ ബി ഡെബിറ്റഡ് എന്ന് പറഞ്ഞല്ലോ, ആ ഒരു ഐറ്റമാണ് ടു ബാങ്ക്. നമുക്ക് എത്ര നമ്പർ ഓഫ് ഷെയർസ് ടേക്ക് ഓവർ ചെയ്യേണ്ടി വന്നു, പബ്ലിക് ടോട്ടൽ 5000 ഷെയർസ് ഉണ്ട്, പബ്ലിക് 2000 ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തു, ബാക്കി 3000 ഷെയർസ് എന്ത് ചെയ്യേണ്ടതാണ്, ഈ ഒരു അൺറൈറ്റർ തന്നെ ഏറ്റെടുക്കേണ്ടതാണ്. ഈ 3000 ആണ് എന്ത് ചെയ്യുന്നത്, നമ്പർ ഓഫ് ഷെയർസിൻ്റെ കുളത്തിൽ എഴുതുന്നത്. അത് എങ്ങനെ തന്നെയാണ് പബ്ലിക് വാങ്ങുന്ന അതേ ടൈംസ് ആൻഡ് കണ്ടീഷനിൽ ഇവരും വാങ്ങണം അല്ലേ. അപ്പോൾ 10 രൂപയ്ക്കാണ് പബ്ലിക്കിന് കൊടുത്തെങ്കിൽ ഇവിടെയും എന്ത് ചെയ്യണം, ഈ 10 രൂപയ്ക്ക് തന്നെ പർച്ചേസ് ചെയ്യണം. അപ്പം 3000 × 10 ചെയ്യുമ്പോൾ എമൗണ്ട് കുളത്തിൽ എമൗണ്ട് കിട്ടും. 30,000 റുപ്പീസിൻ്റെ ഷെയറാണ് വാങ്ങിച്ചത്, അത്ര എമൗണ്ടാണ് കൊടുത്തത് എന്നുള്ളത് ക്ലിയർ ആകും.
ഇത്രയും കാര്യങ്ങൾ എഴുതി. ഇനി നമുക്കിവിടെ അടുത്ത ഐറ്റമായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ്? ഈ അണ്ടർ റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട് വന്ന എക്സ്പെൻസ് ആണ്. ജസ്റ്റ് അത് പോസ്റ്റ് ചെയ്തേ ഉള്ളൂ. പിന്നെ എന്താണ്, അത് എമൗണ്ട് മാത്രമായതുകൊണ്ടാണ് എമൗണ്ട് കോളത്തിൽ കൊടുത്തത്. ഷെയർസ് കോളത്തിൽ അത് ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് ഓൾറെഡി സബ് അൺറൈറ്റ് ചെയ്തിട്ടുണ്ട്. 1000 ഷെയർസാണ് സബ് അൺറൈറ്റ് ചെയ്തത്. അവിടെയും അതേപോലെ എത്ര കൊടുക്കുന്നു, സബ് അൺറൈറ്റർ എത്ര ഏറ്റെടുക്കുന്നു എന്ന് നോക്കേണ്ട ആവശ്യമില്ല. കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫുൾ എമൗണ്ടിനാണ്. അപ്പോൾ എങ്ങനെ കിട്ടും? 1000 × 10 × 2% ആണ്. 1000 എന്ന് പറയുന്നത് 1000 ഷെയർസാണ് സബ് അൺറൈറ്റ് ചെയ്തിരിക്കുന്നത്. സബ് അൺറൈറ്റ് ചെയ്തിരിക്കുന്ന 1000 ഷെയർസിൻ്റെ 10 റുപ്പീസാണ് ഇഷ്യൂ പ്രൈസ്, 2% ആണ് കമ്മീഷൻ. അപ്പോൾ എത്ര വരും കമ്മീഷൻ്റെ എമൗണ്ട്? സിക്ക് കൊടുക്കേണ്ട കമ്മീഷൻ്റെ എമൗണ്ട് ആണ് 200. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എയുടെ അക്കൗണ്ടിൽ അത് എന്തായിട്ട് വരുന്നത്? എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. ഇത് റിസീവ് ചെയ്യുന്ന സിയെ സംബന്ധിച്ച് എന്താണ്? കമ്മീഷൻ ടു ബി എന്നിവിടെ കിടപ്പുണ്ട്. അത് ബി അല്ല, സി ആണ്. കമ്മീഷൻ ടു സി. ഇവിടെ ബി എന്ന് പറയുന്നത് കമ്പനിയാണ്, കമ്പനിക്കല്ല കൊടുക്കുന്നത്. സി എന്ന് പറയുന്നത് സബ് അൺറൈറ്ററിനാണ്. അപ്പോൾ സി എന്ന് പറയുന്ന സബ് അൺറൈറ്ററിന് കൊടുക്കുന്ന കമ്മീഷനാണ്. സോ കമ്മീഷൻ ടു സി എന്നാക്കുക. അദ്ദേഹത്തിന് കൊടുക്കുന്ന കമ്മീഷൻ്റെ എമൗണ്ട് 200 ഡെബിറ്റ് ചെയ്യുക, അല്ലേ? ഈ സി എന്ന് പറയുന്ന സബ് അൺറൈറ്ററിന് ഒരു അക്കൗണ്ടും എല്ലാം പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻകമാണ് എന്തെന്ന് പറയുന്നത്? 200 രൂപ കമ്മീഷൻ കിട്ടിയെന്ന് പറയുന്നത്. നമ്മളിവിടെ മെയിൻ അൺറൈറ്ററിൻ്റെ മാത്രം പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ കമ്മീഷൻ ടു സി എന്നാക്കി 200 രൂപ എക്സ്പെൻസ് ആയിട്ട് മാത്രം എൻ്റർ ചെയ്യുക. ഇനി അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏറ്റെടുത്ത നമ്പർ ഓഫ് ഷെയർസിൻ്റെ കാര്യം പറഞ്ഞു. എക്സ്പെൻസ് നമ്മൾ ഡെബിറ്റ് ചെയ്തു. സി എന്ന് പറയുന്ന സബ് അൺറൈറ്ററിന് കൊടുക്കുന്ന കമ്മീഷനും ഡെബിറ്റ് ചെയ്തു. അപ്പോൾ എല്ലാ എക്സ്പെൻസും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ തന്നെ ഡെബിറ്റ് ചെയ്തു. ഇനി ആ ഒരു ഇൻകം സൈഡ് എന്താണ്? ക്രെഡിറ്റ് സൈഡിലേക്ക് നോക്കാം. ബൈ ബാങ്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? ഓൾറെഡി എത്ര എമൗണ്ട്? 5000 ഷെയർസാണ് അൺറൈറ്റ് ചെയ്തത്. എനിക്ക് 5000 ഷെയറിൻ്റെ ഇഷ്യൂ പ്രൈസ് 10 രൂപയ്ക്ക് 2.5% കമ്മീഷൻ കിട്ടി. 1250 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു എമൗണ്ട് കോളത്തിൽ എൻറ്റർ ചെയ്തിട്ടുണ്ട്. ആ ഒരു എമൗണ്ട് കൂടെ ഇവിടെ എൻറ്റർ ചെയ്തിട്ട് അടുത്ത ഐറ്റം എന്താ? ബൈ ബാങ്ക്. ഓൾറെഡി 3000 ഷെയർസാണ് എന്ത് ചെയ്തത്? മെയിൻ അൺറൈറ്റർ ഏറ്റെടുക്കേണ്ട വന്നത്. ടോട്ടൽ 5000 ഷെയർസിൽ പബ്ലിക് ഒരു 2000 വാങ്ങിച്ചെങ്കിൽ ബാക്കി വന്ന 3000 എന്ത് ചെയ്യേണ്ട വന്നു? ഈ മെയിൻ അൺറൈറ്റർ ഏറ്റെടുക്കേണ്ടി വന്നു. അതിൽ നിന്നും അദ്ദേഹം എന്ത് ചെയ്യും? ഈ സി എന്ന് പറയുന്ന സബ് അൺറൈറ്ററിലേക്ക് നമ്പർ ഓഫ് ഷെയർസ് എന്ത് ചെയ്യാൻ നോക്കും? ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നോക്കും. എത്ര നമ്പർ ഓഫ് ഷെയർസ് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് മാത്രമാണ് നമുക്കിവിടെ ഒരു ചെറിയ കാൽക്കുലേഷനായിട്ട് കണ്ടുപിടിക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചിന്തിക്കുക, അതിൻ്റെ ഒരു റേറ്റ് പ്രൊപ്പോർഷൻ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചൊന്ന് കണ്ടുപിടിക്കുക. അതായത് ടോട്ടൽ അൺറൈറ്റ് ചെയ്തിരിക്കുന്നത് 5000 ഷെയർസ്, അല്ലേ? അതിൽ മെയിൻ അൺറൈറ്റർ ഏറ്റെടുത്തത് എത്ര നമ്പർ ഓഫ് ഷെയർസാണ്? 3000 ഷെയർസ് മാത്രമാണ്. കാരണം ബാക്കി 2000 ഷെയർസ് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തു. ഈ ടോട്ടൽ 5000 ഷെയർസ് മെയിൻ അൺറൈറ്റർ അൺറൈറ്റ് ചെയ്ത 5000 ഷെയർസും സബ് അൺറൈറ്റർ എത്ര നമ്പർ ഓഫ് ഷെയർസാണ്? ഈ 5000-ൽ 1000 ഷെയർസ് ആര് ഏറ്റെടുത്തോളാം എന്നാണ് പറഞ്ഞത്? സബ് അൺറൈറ്റർ ടേക്ക് ഓവർ ചെയ്തോളാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഔട്ട് ഓഫ് 5000 ഷെയർസിൽ ഒരു 1000 ഷെയർസ് മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സബ് അൺറൈറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ എ എന്ന് പറയുന്ന അണ്ടർറൈറ്റർ 5000 ഷെയർ ഏറ്റെടുക്കുകയാണെങ്കിൽ മാത്രമേ 5000 ഷെയറും ഈ ഫുൾ 5000 ഷെയർസും ഏറ്റെടുക്കേണ്ട ഒരവസ്ഥ വന്നെങ്കിൽ മാത്രമേ ആ 5000-ൽ 1000 ഷെയർ ആർക്ക് കൊടുക്കാൻ പറ്റൂ? സി എന്ന് പറയുന്ന സബ് അണ്ടർറൈറ്ററിന് കൊടുക്കാൻ പറ്റൂ എന്നാണ് ഇതിൻ്റെ മീനിങ്. കാരണം ഓൾറെഡി 5000 ആണ് അൺറൈറ്ററിൻ്റെ മെയിൻ അൺറൈറ്റർ എയുടെ ലൈബിലിറ്റി ആയിട്ട് വരുന്നത് എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് എന്ത് ചെയ്തത്? അതിലെ 1000 ഷെയർസ് ഒരു സബ് അൺറൈറ്റ് ചെയ്ത് സിക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് അദ്ദേഹം വിചാരിച്ചത്. അപ്പോൾ അതേ പ്രൊപ്പോർഷനിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇനി എത്രയാണോ അദ്ദേഹത്തിനുണ്ടായ ലൈബിലിറ്റി അത് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ റേറ്റ് ഇവിടെ എത്രയാണ് വരുന്നത്? ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഇവിടെ തന്നെ കണ്ടുപിടിച്ചാൽ എത്ര എന്ന് കിട്ടും? ഓൾറെഡി 20% ഓഫ് റിസ്ക് ആണ്, ലൈബിലിറ്റിയാണ് ഈ മെയിൻ അണ്ടർറൈറ്റർ ആരിലേക്ക് മാറ്റാൻ നോക്കുന്നത്? സബ് അണ്ടർറൈറ്ററിലേക്ക് മാറ്റാൻ നോക്കിയത്. അപ്പോൾ അതായത് ടോട്ടൽ 5000 ഷെയർസ് മെയിൻ അൺറൈറ്റ് ചെയ്തെങ്കിൽ അതിലെ 1000 ആണ് എന്ത് ചെയ്തത്? സബ് അൺറൈറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുന്നത്. ഓൾറെഡി സബ് അൺറൈറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. ജസ്റ്റ് 20% നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഈ 20% മാത്രമേ ആരിലേക്ക് ഇനിയും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ? സബ് അൺറൈറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഈ മെയിൻ അൺറൈറ്റർ ഈ ഒരു ക്വസ്റ്റ്യനിൽ എത്ര ഷെയർസ് ഏറ്റെടുക്കേണ്ട വന്നു? 3000 ഷെയർസ് അല്ലേ? ടോട്ടൽ 5000 ആണ്, പബ്ലിക് 2000 വാങ്ങി, ബാക്കി 3000. അപ്പോൾ ഈ 3000-ൽ ഡയറക്റ്റ് ഈ 1000 കൊണ്ടുപോയി സബ് അൺറൈറ്ററിന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. 3000-ൻ്റെ 20% മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ഷെയർസാണ്? 1000 ട്രാൻസ്ഫർ ചെയ്യാനൊന്നും പറ്റില്ല. 3000 ഏറ്റെടുക്കേണ്ട വന്നുള്ളൂ. അതുകൊണ്ട് സി എന്ന് പറയുന്ന സബ് അണ്ടർറൈറ്ററിലേക്ക് 600
നമ്പർ ഓഫ് ഷെയർസ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിച്ചു? നമുക്ക് ഓൾറെഡി അൺറൈറ്റ് ചെയ്തിരിക്കുന്ന നമ്പറിനെ മാത്രം ബേസ് ചെയ്ത് കണ്ടുപിടിച്ചു. മെയിൻ അൺറൈറ്റർ എത്ര നമ്പർ ഓഫ് ഷെയർസ് അൺറൈറ്റ് ചെയ്തു എന്നൊന്ന് ഓർക്കുക. മെയിൻ അൺറൈറ്റർ 5000, സബ് അൺറൈറ്റ് ചെയ്തിരിക്കുന്ന 1000. അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷൻ ഒന്ന് കാണുക. 1000/5000 അല്ലെങ്കിൽ 1000 ഡിവൈഡഡ് ബൈ 5000. റേറ്റ് എത്ര കിട്ടും? 20% എന്ന് കിട്ടും. ഈ 20% മാത്രമേ ടേക്ക് ഓവർ ചെയ്യുന്ന 3000-ൻ്റെ എത്ര പെർസെൻറ്റേജ് എടുക്കാവൂ? 20% മാത്രമേ ആരിലേക്ക് മാറ്റാവൂ? ഈ സബ് അൺറൈറ്ററിലേക്ക് മാറ്റാവൂ. അപ്പോൾ 600 എന്ന് കിട്ടും. അദ്ദേഹത്തിന് എമൗണ്ട് കാണുമ്പോൾ 10 രൂപയുടെ ഷെയറാണ്. അപ്പം 600 × 10 6000 എന്ന് ആ ഒരു കോളം ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ. ആ ഒരു ഒറ്റ കാര്യമാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരേ ഒരു പോയിൻ്റ്, ഒന്ന് ആലോചിച്ച് എടുക്കേണ്ടതായിട്ടുള്ള ഒരു പോയിൻ്റ്. ബാക്കിയെല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അടുത്ത കാര്യം എന്താ പറഞ്ഞത്? ഈ മെയിൻ അൺറൈറ്റർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പക്ഷേ ഉള്ള ഷെയർ മൊത്തം എന്ത് ചെയ്തു? 9 രൂപയ്ക്ക് വിറ്റു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്ര ഷെയർസ് ഉണ്ട്? ഒന്ന് ഈ ഒരു നമ്പർ ഓഫ് ഷെയർസിൻ്റെ കോളം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്പർ ഓഫ് ഷെയർസ് ആകെ 3000 ഷെയർ, അതിൽ 600 ഷെയർ സബ് അൺറൈറ്ററിന് കൊടുത്തു. ബാക്കി എത്ര ഷെയർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൂ? 2400 എന്ന് പറയുന്ന ഷെയർസാണ്. ടോട്ടൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള എല്ലാ ഷെയറും വിറ്റു. 9 രൂപയ്ക്ക് വിറ്റെന്നല്ല പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഷെയർസും 3000 ആണ്. സബ് അൺറൈറ്ററിന് കൊടുത്തത് 600 ആണ്. ബാക്കിയുള്ള നമ്പർ ഓഫ് ഷെയർസ്, ഈ നമ്പർ ഓഫ് ഷെയർസിൻ്റെ കോളത്തിൻ്റെ ബാലൻസ് ആണ് ഇപ്പോൾ ഈ ഒരു കേസ് ഇവിടെ വരുന്നത്. അപ്പോൾ 2400 ഷെയർസും അദ്ദേഹം എന്ത് ചെയ്തു? 9 രൂപയ്ക്കാണ് വിറ്റത് അല്ലേ? 10 രൂപയ്ക്കല്ല, 9 രൂപയ്ക്ക് വിറ്റെന്ന് പ്രത്യേകം പറയുന്നത് കൊണ്ട് 2400 × 9 ചെയ്യുക. 21,600 എമൗണ്ട് കിട്ടും. ഇത്രയും കാര്യമേ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ ഒരു അൺറൈറ്റിംഗ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ്ലി ചെയ്യാനുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് വന്ന ഒരു ഐറ്റം മാത്രം എങ്ങോട്ടും എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. സി 10 രൂപയ്ക്ക് വിറ്റെന്നാണ് പറഞ്ഞത്. സി വിറ്റത് നമുക്കിവിടെ എഴുതണോ? വേണ്ട. പകരം എ എത്ര രൂപയ്ക്ക് വിറ്റു എന്നുള്ളത് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. എ 9 രൂപയ്ക്ക് വിറ്റു, ആ ഒരു കാര്യമേ വരത്തുള്ളൂ. സി 10 രൂപയ്ക്ക് വിറ്റു എന്നുള്ളത് നമ്മുടെ ഈ ഒരു എയുടെ അക്കൗണ്ടിൽ റെലവൻ്റ് അല്ല, അതുകൊണ്ട് അതിങ്ങോട്ട് എഴുതത്തില്ല. ക്വസ്റ്റ്യനിൽ ആ ഒരു ഐറ്റം റെലവൻ്റ് അല്ല എന്ന് മനസ്സിലാക്കി റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു? എ എന്ന് പറയുന്ന നമ്മുടെ ഈ മെയിൻ അൺറൈറ്ററിൻ്റെ ഒരു അൺറൈറ്റിംഗ് അക്കൗണ്ട് വരച്ച് അദ്ദേഹത്തിൻ്റെ, അപ്പോൾ എയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുക. എയെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണോ? എന്ത് ചെയ്തേക്കുക? അതെല്ലാം ഡെബിറ്റ് ചെയ്തേക്കുക. എയെ സംബന്ധിച്ച് ഇൻകം ആണോ? എല്ലാം എന്ത് ചെയ്തേക്കുക? ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്തേക്കുക. ഇത്രയും കാര്യങ്ങൾ എഴുതി ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു അൺറൈറ്റിംഗ് അക്കൗണ്ട് ജസ്റ്റ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ബാലൻസ് ചെയ്യുമ്പം എമൗണ്ടുകളും ബാലൻസ് ചെയ്യുന്നതിന് മുന്നേ ഈ ജസ്റ്റ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്പർ ഓഫ് ഷെയർസിൻ്റെ കോളം എന്താണ് കറക്റ്റായോ, ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ബാലൻസ് വല്ലതും കിടപ്പുണ്ടോ, ബാലൻസ് നമ്പർ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യനിൽ വരത്തില്ല. കാരണം ടോട്ടൽ 3000 ഷെയർസ് ടേക്ക് ഓവർ ചെയ്തു. അതിൽ 600 ആർക്ക് കൊടുത്തു? സബ് അൺറൈറ്ററിന് കൊടുത്തു. ബാക്കിയുള്ളത് മൊത്തം തന്നെ 9 റുപ്പീസിന് സെയിൽ ചെയ്തു എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മളിവിടെ 2400 ഓൾറെഡി അവിടെ എടുത്തത്. ഇനി ഇവിടെ നമ്മളോട് വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഒരു 2000 ഷെയർസ് 9 രൂപയ്ക്ക് വിറ്റെന്ന് പറയുന്നു എങ്കിൽ അവിടെ 2000 × 9 നമ്മൾ എഴുതത്തുള്ളൂ. ബാക്കി വരുന്ന 400 ഷെയർസിനെ നമുക്ക് ഡീറ്റെയിൽ തന്നിട്ടുണ്ടാവും. എന്താണ് കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ടാവും. അതിൻ്റെ ലെസ് എമൗണ്ടിൽ എൻറ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഈ ഒരു നമ്പർ ഓഫ് ഷെയർസിൻ്റെ കോളം കറക്റ്റ് ആയോ, ടോട്ടലോ ഈക്വൽ ആയോ എന്നുള്ളത് നോക്കുക. ബാലൻസ് വല്ലതും വരുന്നുണ്ടോ നോക്കുക. വരുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പിന്നെ ഇതിലേക്ക് പോവുക, എമൗണ്ട് കോളം ബാലൻസ് ചെയ്യുക. എമൗണ്ട് കോളം ബാലൻസ് ചെയ്യുമ്പം ഏതർ പ്രോഫിറ്റ് ഓർ ലോസ് കിട്ടും. ക്രെഡിറ്റ് സൈഡ് കൂടി നിൽക്കുകയും ഡിഫറൻസ് നമുക്ക് ഡെബിറ്റ് സൈഡിലാണ് ടു P&L അക്കൗണ്ട് എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യേണ്ടത് വരുന്നതെങ്കിൽ ഇൻകം കൂടി നിന്നാൽ എന്താണ്? പ്രോഫിറ്റാണ്. എന്നാൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യുമ്പം അവിടെ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, 30,800 വരും. ക്രെഡിറ്റ് സൈഡ് കുറവായിരിക്കും. അപ്പോൾ ബാലൻസ് കണ്ടുപിടിച്ചപ്പോൾ ബൈ P&L അക്കൗണ്ട് എന്ന് ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതായത് ഡെബിറ്റ് എക്സ്പെൻസ് സൈഡ് കൂടി നിൽക്കുന്നത് കൊണ്ട് ലോസാണ്. ലോസ് ഓൺ അൺറൈറ്റിംഗ് എന്ന ബ്രാക്കറ്റിൽ എൻ്റർ ചെയ്യുക. എത്രയാണോ ഡിഫറൻസ് വന്നത്, അക്കൗണ്ട് ബാലൻസ് ചെയ്തപ്പോൾ ഡിഫറൻസ് വന്നത്, അത് ക്രെഡിറ്റ് സൈഡിൽ ലോസ് ആയിട്ട് ബൈ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യുന്നു. 1950 ആണ് ഈ ഒരു കേസിൽ ലോസ് ഓൺ അൺറൈറ്റിംഗ് ആയിട്ട് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിലെ കാര്യം. ആകെ കൂടെ ഈ ഒരു സബ് അൺറൈറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന നമ്പർ ഓഫ് ഷെയർസിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ടോട്ടൽ 5000 ഷെയർസിൽ 1000 ഷെയർസേ അൺറൈറ്റ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ ആ റേറ്റ് എത്രയാണ്? അപ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞ ഈ റേറ്റ് എത്ര വരും? 20% അല്ലേ? ഈ 20% ഏതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുക? ഈ 3000 ടേക്ക് ഓവർ ചെയ്ത ഷെയർസ് 3000 അല്ലേ ഉള്ളൂ. അപ്പോൾ 3000-നുമായിട്ട് റിലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 600 എന്ന് കിട്ടും. അതായത് 3000-ൻ്റെ 20% എത്ര വരുന്നു? 600 എന്ന് കിട്ടും. ഈ ഒരു കാര്യം മാത്രം, ഈ ഒരു പോയിന്റ് മാത്രം എങ്ങനെയാണ് ഇവിടെ എൻ്റർ ചെയ്തത് എന്നുള്ളത് മാത്രം ഓർത്തിരിക്കുക.
അപ്പോൾ ഇത്രയുമാണ് അക്കൗണ്ട്സ് ഓഫ് അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പോർഷനാണ്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്